എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴ് ഈ കിഴി റിയാക്ഷൻ ആണ്. ഒരു ചായ കുടിച്ചിട്ടെന്നാലോ? യെസ്, എന്റർടൈൻമെന്റ് കീഴ് ഈ കിഴി റിയാക്ഷൻ ആണ്. ഏതാണെന്നറിയോ? മാർട്ടിൻ, ഞാൻ അനുഭവിച്ച ഒരു വേദന അത് നിങ്ങളും അനുഭവിക്കണം. നിങ്ങളല്ല, ഞാന് ഒരു 11 മിനിറ്റ് നേരത്തേക്ക് വീഡിയോയിൽ ഉണ്ടാവൂല. ഇവൻ തന്നെ വീണ്ടും അനുഭവിക്കും. ഞാൻ മാറിയിരിക്കാൻ എനിക്ക് വയ്യ. സത്യമായിട്ട് പറയാ, ഇതിന്റെ റോസ്റ്റ് ആണെങ്കിലും റോസ്റ്റ് ചെയ്തിട്ട് അത് വീണ്ടും വറുത്തെടുത്ത് അത് വീണ്ടും എടുത്ത് കരിച്ചെടുത്താൽ പോലും എനിക്കിതിൻ്റെ സംതൃപ്തി കിട്ടൂല. കാരണം ഞാൻ അനുഭവിച്ചത് അത്രയും വലുതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് തിയേറ്ററിൽ കണ്ടിരുന്നിരിക്കണം. കണ്ട ആൾക്കാർ കുറേ ഉണ്ട്, അവർക്ക് മാത്രം മനസ്സിലാവും. ഓക്കെ, എന്തായാലും മാർട്ടിൻ സിനിമയുടെ റോസ്റ്റ് വീഡിയോ നമ്മുടെ റീലോഡ് മീഡിയ ചെയ്തിട്ടുണ്ട്. റീലോഡ് റോസ്റ്റ് കാത്തിരിക്കുകയായിരുന്നു. ഇതിന്റെ റോസ്റ്റിന് കാത്തിരിക്കുകയായിരുന്നു. സംതൃപ്തി കിട്ടുമോ വരട്ടെ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇതിപ്പം കാണണല്ലോ അല്ലേ ദൈവം. ഇത് ഇരുന്നിട്ട് 11 മിനിറ്റ് ഉണ്ടല്ലേ, 12 മിനിറ്റിന്റെ അടുത്തുണ്ട്. സംതൃപ്തി കിട്ടണം, അത്രക്ക് ഭീകരമായിരിക്കണം ഈ റോസ്റ്റ്. ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് നിരാശനാവും. ദൈവങ്ങളെ കാത്തോണേ. നിനക്കൊക്കെ തൃപ്തി കിട്ടൂടാ? എന്ത് തൃപ്തി? നീ അനുഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, റോസ്റ്റ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, പക്ഷെ ആ സിനിമയിലെ സീനുകൾ നമ്മൾ പിന്നെയും കാണണം. അത് കാണാതിരിക്കുന്ന ഞാന് അതിനകത്ത് ഇനി ഇത് കാണണ്ടേ? സത്യം പറയാം, ഞാൻ ആദ്യമേ പറയാം, അതായത് നമ്മൾ സാധാരണ കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തും. ഒരു റോസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റിലേക്കൊക്കെ ഒരു റിലീഫ് മൈൻഡ് വരും. എന്നാൽ ഇതിലങ്ങനെയല്ലായിരിക്കും. നീ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊളുത്തി നിൽക്കും, എന്നിട്ട് ഒരു പ്രത്യേക തരം ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡിലേക്ക് എത്തും. ഉറപ്പാണ്, ഇറിറ്റേറ്റിംഗ് മൈൻഡിലായിരിക്കും. രാവിലെ തന്നെ എന്നിട്ട് ചെയ്യാൻ വെച്ചേക്കുന്ന സാധനം കണ്ടോ? ഇറിറ്റേറ്റിംഗ് മൈൻഡിലേക്ക് എത്തണം രാവിലെ തന്നെ. അത് അനുഭവിക്കണം. എങ്ങനെ ഒരു സിനിമ വരാൻ പാടില്ല എന്നുള്ളതിന് ഉത്തമ തെളിവാണിത്. കണ്ടോ? തുടങ്ങാം. അനുഭവിച്ചോ? ഫുൾ അടിയിട്ടിയും വെടി പുകയിട്ട് അർജുൻ സാർജ അമ്മയുടെ മോനെ ധ്രുവ് സാർജയ്ക്ക് വേണ്ടി എഴുതി പടച്ചൊരു മെഗാ മലങ്കൾട്ട് പടാണ്. 80 കോടിക്ക് കിട്ടിയത് 25 കോടി. നമ്മുടെ അർജുനെങ്കിൽ ആക്ഷൻ പ്രിൻസ് എന്ന് പറയുന്ന ധ്രുവ് സാർജ നീ മൊരട്ട് കാള. ഈ പടത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കിടന്ന മുരളിലാണ്. ജുറാസിക് പാർക്കിൽ പോലും ഇമ്മാരി മുരളി ഞാൻ കേട്ടിട്ടില്ല. ഇതായിരുന്നു ഇവരെ പടത്തിന് മാർട്ടിന് പകരം മൊരട്ടൻ എന്നായിരുന്നു. സോ ഈ പടം തുടങ്ങുന്നത് തന്നെ നമ്മുടെ മൊരട്ട് കാള പാകിസ്ഥാനിൽ വെച്ച് നടത്തുന്ന ഒരു ഷൂട്ട് ഔട്ട് കാണിച്ചിട്ടാണ്. ഒരു 1000-1500 വെടിവെച്ചും ബാക്കിയുള്ളവരെ കൊല്ലും. പക്ഷെ തിരിച്ചു കിട്ടിയ ഒരു ഒറ്റ വെടി കൊണ്ട് നേരെ ആശുപത്രിയിലാണ്. പാകിസ്ഥാനിലെ ആശുപത്രിയിലുള്ള ഡോക്ടർ ആണെങ്കിലോ പണ്ടാരം ചത്തോട്ടെ എന്ന് പറഞ്ഞ് വിട്ടാ പോരാ, അവന്മാർ ഇവന്റെ ഓർമ്മ പോകാനായിട്ട് ഒരു ഗജരി മരുന്ന് അങ്ങോട്ട് കുത്തിവെക്കും. അതോടെ അവൻ അന്വേഷിച്ച് വരും. അത്ര ആ മരുന്നിന് ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ പടം കണ്ട് ഞങ്ങൾക്കും തരായിരുന്നു. ഈ സൈസ് ആൾക്കാർക്ക് കണ്ട കാര്യങ്ങൾ മറക്കായിരുന്നു. അങ്ങനെ ഗജരിയായി നമ്മുടെ മാടിനെ പാകിസ്ഥാൻ ജയിലിലേക്ക് ഇവര് കൊണ്ടുപോകും. അവിടെ ഉള്ള ജയിൽ സൂപ്രണ്ടിന്റെ മുതൽ തടവ് പുള്ളി വരെ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട് ഈ ചങ്ങായിക്ക്. ഫുൾ ടൈപ്പ് பண்ணிக்கிட்டு இருக்காங்க. ஏதோ மத பிடிச்ச யானை இந்த ஜெயிலுக்கு கூட்டிட்டு வராம போல லைஃப்ல இவ்ளோ வயலண்டான ஒருத்தர் பார்க்கிறது இதான் ஃபர்ஸ்ட். ഇത് തുടങ്ങിയിട്ട് പരവേഷം തുടങ്ങി എനിക്ക്. ജമ്മു ഇവൻ ആരാന്നേ അവന്മാർക്ക് അറിയില്ല. തേങ്ങാപ്പിണ്ണാക്ക് കണ്ടാ ഇമ്മാരി തള്ളുകളാണ്. സത്യല്ലേ? എന്റെ മോനെ വായിക്കറി വെട്ടിവെക്കണം. ഓവറാക്കി കാണുന്നവരെ ചാവാറാക്കി കഴിയുമ്പോ ജുറാസിക് പാർക്കിൽ ടീറക്സിനെ ആ പാർക്കിൽ താമസിക്കുന്ന ആ ജയിലിലേക്ക് ഈ മൊരട്ട് കാളെ ഞങ്ങളെ ഇറക്കി വിട്ടു. കൊല്ല്. ആസ്മയ്ക്കുള്ള മീനൊക്കെ വിഴുങ്ങിട്ടാണോ ഈ ചങ്ങായി ഇമ്മാരി വലിയ ഒരു തൃപ്തി കിട്ടി. അങ്ങനെ ഒരു മൊരള തിയേറ്ററിലൊക്കെ തൊട്ടടുത്ത ആള് കൂർക്കം വലിച്ചാണ്. വെറൈറ്റി ജയിലിനകത്തുള്ള ഒരു റെയിൻ ഡിസ്കോയിൽ പോയി കുളിക്കാൻ പോയ ഗ്യാപ്പിൽ അവിടെ ഉള്ള കുറെ മാംസപിണ്ഡങ്ങൾ ഇവരെ തല്ലിക്കൊല്ലാൻ വരും. ഉളുക്കോന്റെ പട്ടണി. പക്ഷെ എത്ര പേര് വന്നാലും ഈ മൊരട്ടൻ ഒരു മാസ് ഡയലോഗ് ഇട്ട് അമ്മരെ അടിച്ചങ്ങോട്ട് പരത്തും. നിങ്ങൾക്ക് ബ്ലഡിൽ കുളിക്കേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം. പക്ഷെ ഇവരങ്ങനെയല്ല. അടിയുടെ ഇടയിൽ ഹുവാമയിലെ ജാക്കിച്ചാനെ പോലെ താനാരാ താനാരാന്ന് പറഞ്ഞ് അമ്മമാരെയൊക്കെ ചോദിച്ചു ഉറപ്പിക്കും.
ഇതെന്താണ് അടിച്ചടിച്ചടിച്ച ഒരുത്തരെ പുറത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും അവിടെയുള്ള വേറെ 2 മരമാടുകൾ ഇവന്മാരെ അയച്ചു കൊടുക്കും. ഇത് മറ്റേ WWE നെറ്റ് ആൻഡ് ജോൺസ് അല്ലേ? എന്താ അത്? ലോകത്തുള്ള എല്ലാ മാംസപിണ്ഡങ്ങളും ആ ജയിലിലാണ്. മൃഗശാല പോലെ ഒരു മനുഷ്യശാല. മൊരട്ടൻ എന്നിട്ട് ആ മാംസപിണ്ഡങ്ങളൊക്കെ അടിച്ചു പരത്തി ഇത് പോലീസുകാർ ഒരു സ്മോക്ക് ബോംബ് ഇട്ടവന് മയക്കും. സ്വയം ഹൾക്കാണെന്നാണ് എന്റെ വിചാരം. മുക്കി ഒന്നും പോകണ്ടിരുന്നാ മതി. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവര് അമ്നേഷ്യയാണെന്ന് മനസ്സിലാവും. ഒരത്തിന് ഇവന്റെ പേര് അർജുൻ. ഒന്നും മിണ്ടാതിടാ തെണ്ടി. കഴിഞ്ഞിട്ട് പറയാം. ഡോക്ടറായിട്ട് വന്ന് ഇവനെ ചോദ്യം ചെയ്യും. ஒரு யானைக்கு இவ்வளவு டோசேஜ் கொடுத்திருந்தா 1/2 மணி நேரத்துல மயங்கி விழுந்திருக்கும். പോടിയോ இவனுக்கு மட்டும் ஏன் எஃபெக்ட் ஆகல? ഭ്രാന്തനാണ്. ഇവരെന്താ പേ പിടിച്ച. പക്ഷെ ചോദ്യം ചെയ്യലിനിടയിൽ പാകിസ്ഥാൻ പോലീസിന് അണ്ണാക്കി കൊടുത്തു പിന്നെ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടും. അപ്പോഴേക്ക് ഈ വാർത്ത പാകിസ്ഥാൻ മൊത്തം ഇങ്ങനെ പരക്കും. നാട്ടുകാർ മുഴുവൻ ഇത് കണ്ടോണ്ടിരിക്കുക. പക്ഷെ എല്ലാവരും TV നോക്കി നിൽക്കുമ്പോണ്ടാ ഈ മുരളിക്കൊണ്ട് അവരുടെ പുറകെ മിണ്ടാണ്ട് മുരള് ചെറിയ വലിയ സാധനമാണ് ഈ പോട്ടെ എന്ന് പറയാം. ഇത്രയും വലിയൊരു മാട്, അതൊരു മരമാട്, അത് മുരളിക്കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഒരു മരമോട്ട് പോലും അവിടെ കണ്ടില്ല. ഇതിന് മെഡിക്കൽ മിറാക്കിൾ മാൻ. ഇവരെന്നിട്ട് അതിന്റെ നെഞ്ചത്ത് കൊണ്ട് ബുള്ളറ്റ് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഉള്ള മീൻ മാർക്കറ്റ് പോലെ പാകിസ്ഥാനിലുള്ള വെപ്പൺ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് പോകും. ഏതെടുത്താലും 10 1/2 കിലോ ബുള്ളറ്റ് 100 ഒരു ഫുൾ ബസൂക്ക 150. അങ്ങനെ ചന്തയിൽ മീൻ വിറ്റോണ്ടിരുന്ന ബുള്ളറ്റ് വിറ്റോണ്ടിരുന്ന ഒരു കളവിനെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴാ ഈ ബുള്ളറ്റ് ഏതോ ഗാങ്സ്റ്റർ വിട്ടതാണെന്ന് അവൻ പറയും. അതെന്താ ഗാങ്സ്റ്റേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ബുള്ളറ്റ് ഒക്കെ ഉണ്ടോ? അതിൽ വലിയ എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ ആ ഗാങ്സ്റ്ററിനെ തപ്പി ഇവൻ നേരെ ജൽക്ക നൈറ്റ് ക്ലബിലേക്ക്. ആ പേര് കേൾക്കുമ്പോ തന്നെ അറിയാലോ ജൽക്കയിൽ ഒരു ജിൽക്ക് ജിക്ക് ഉണ്ടാവും. ആ പാവം ക്യാമറമാന്റെ മൈൻഡ് വോയിസ് ഇല്ല അപ്പുറത്തെങ്ങാനും നന്നാ മതിയായിരുന്നു. തൂക്കി നേരെ ഇന്ത്യൻ എംബസിയിലുള്ള ഒരു പെണ്ണിനെ കാണാൻ പോകും. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് അവളുടെ പഞ്ഞി പിടികൊണ്ട് അവള് കിടന്നുകൊണ്ടിരിക്കും. എംബസിക്കാർ ചത്തെങ്കിലും ഒരു ഹിഡൻ ക്ലൂ അർജുൻ അവിടെ നിന്ന് കിട്ടും. സോ അപ്പൊ തന്നെ മൂപ്പര് അവിടെ കിടന്നൊരു തുണ്ട് കടലാസിലെ നമ്പർ കൂടെ വന്നവനെ കണ്ണി കുത്തി കൺമഷി എടുത്ത് സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് പോലെ ഉരച്ച് ഡീകോഡ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 2 ഇന്ത്യക്കാരുടെ നമ്പർ. അതോടെ ഇവര് മനസ്സിലാവും ആ ബുള്ളറ്റിന്റെ ഉടമ ഇന്ത്യയിലാണ്. സോ മൂപ്പര് നേരെ ഇന്ത്യക്ക് വണ്ടി വിടുത്ര. എന്താ 2 ഇന്ത്യക്കാരുടെ നമ്പർ കണ്ടു നേരെ ഇന്ത്യക്ക് വന്നു. ഇനിയിപ്പോ വല്ല കൊറിയക്കാരുടെ നമ്പർ ആണെങ്കിൽ നീ കൊറിയക്ക് പോകും. അങ്ങനെ കയറി കിം ജോങ് യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യ വന്ന് നോക്കിയപ്പോഴാ ഇവന്റെ കല്യാണമൊക്കെ ഇവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആരെ ഇവനൊക്കെ പെണ്ണ് കൊടുത്തതെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്യാപ്പിൽ ഇവന് ഫ്ലാഷ് ബാക്ക് സംഭവം. നായിക പണ്ട് ഹിമാലയത്തിൽ വന്നപ്പോ ഈ മൊരട്ടൻ എവിടെന്നോ പാഞ്ഞു വന്ന് ബാഹുബലി സ്റ്റൈലിൽ ഇവിടെ രക്ഷിച്ചത്ര. അങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് താഴെ എത്തി ഈ 2 എണ്ണവും 6ാമത്തെ ഭ്രാന്തം തിരിച്ച് കല്ലുരുട്ടി കയറ്റണ പോലെ ആ ഇറങ്ങി വന്ന മല മുഴുവൻ തിരിച്ച് നടന്ന് കയറി പോയിട്ട് ഇന്ത്യയുടെ ഒരു കൊടി അങ്ങോട്ട് നാട്ടി. തമ്മിൽ ഒരു സോൾജർ ആയിരുന്നു അത്രേ. ആള് ഇന്ത്യ പാക് യുദ്ധത്തിൽ ആ സ്ഥലത്താണ് അത്ര മരിച്ചു വന്നത്. ആ മഞ്ഞത്ത് എങ്ങനെടാ ഇവിടെ ആ സ്ഥലം കണ്ടുപിടിച്ചു. ജനഗണമന പഠന സമയം കൊണ്ട് എവിടെന്നോ 4 പട്ടാളക്കാർ ഓടി വന്ന് നമ്മുടെ അർജുൻ അങ്ങോട്ട് പുകഴ്ത്തും. ആ പഞ്ചായത്തിലൊരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ഉമ്മാനെന്ത്ര വില മഞ്ഞീന്നും മുളച്ചു വന്ന ഈ പട്ടാളക്കാരെ എന്തിനാണ് ഇവനെ പൊഴുത്തിന്ന് പറഞ്ഞ സംഭവം. ഇവര് നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണ്. എല്ലാ വർഷവും ഇവൻ വന്ന് മതിൽ ചാടി പാകിസ്ഥാനിൽ ഇന്ത്യയുടെ കൊടി നാട്ടി സൗത്ത് ഇന്ത്യ ആണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞളും കുങ്കുമവും കൂടി അതിന്റെ അടിയിൽ ഇട്ടിട്ടാണ് അത്ര വരിക. பார்டரை தாண்டி வந்து இந்தியன் பிளாக வைக்கிற தைரியம் ஒரு சவுத் இந்தியனுக்கு தான் இருக்குன்னு அவனுக்கு தெரியும். കർണാടകക്കാരനായതുകൊണ്ട് ഇങ്ങനെ വല്ല മലയാളി ആയിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ പോയിട്ട് പൂക്കൾ ഇട്ടിട്ട് വരും. കട്ട മഞ്ഞത്തുള്ള ജാക്കറ്റ് ഒക്കെ തുറന്നിട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യക്കുഞ്ഞ് തന്നെയാണ്. അത് ഇവന്റെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ആയത്. അങ്ങനെ ഈ മാടുകളും കൂടി ഹിമാലയം മുതൽ സഹാറ മരുഭൂമി വരെ പോയിട്ട് ഒരു ഡാൻസ് കീച്ചും കണ്ടുകൂടി. അങ്ങനെ ഇവര് ഫ്ലാഷ് ബാക്കും കഴിഞ്ഞ് നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇവന്റെ കൂട്ടുകാരെ ഈ ലവറിനൊക്കെ മാർട്ടിൻ എന്ന് പേരുള്ള ഒരുത്തും കൊല്ലാൻ നോക്കിണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ മാർട്ടിനെ പുകച്ച് പുറത്തി അടിക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടി മാർക്കറ്റിൽ പോയി കുന്തിരിക്കം തപ്പുന്ന സമയത്ത് ഏതൊക്കെയോ കുറേമാര് വന്ന് ഇവര് കൊല്ലാൻ നോക്കും. അപ്പൊ നമ്മുടെ അർജുൻ ഒരു ഗ്രാവിറ്റി ഡിഫൈനിങ് ഫൈറ്റ് ഇട്ട് ഇവരെ കടിച്ച് പരത്ത്. അടിപൊളി കൊല ടെസ്റ്റ് ഉണ്ട് അവിടെ. തോളത്ത് കിടന്ന് ഉറങ്ങല്ല. ഉണ്ണി വാവ പാട്ടും കൂടി ഇട്ട് ചാച്ചു ഉറങ്ങിട്ട് എല്ലാം വരും. അങ്ങനെ അടി കഴിയാറായത് എവിടെന്നൊക്കെയോ വേറെ ഏതൊരു ഗ്യാങ് വന്ന് ഇവന്റെ സപ്പോർട്ടിന് വരും. അപ്പൊ അത്രയും നേരം ഗജനയായിരുന്നു ഇവര് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ തന്നെ അവൻ ചാടി ഇറങ്ങുന്ന റോളക്സിനെ പോലെയുള്ള ഒരു വെള്ളക്കസേരയിൽ കൊല കറക്കം കറങ്ങിയ ഒരു കൊല ഡിസ്റ്റങ്ങൾ ഇട്ട് സംഭവം ഇവരാണ് അത്രയും മാർട്ടി. എന്തൊരു ടെസ്റ്റ് തെറിച്ചു പോയി. യന്ത്രം
പ്രശ്നം എന്താ ഇവന്റെ മുഖം എന്താ ഇങ്ങനെ ഒരു ഇന്റർവൽ ഞെട്ടിയാ? ബ്ലോക്കാണ് സമ്മതിച്ചു. പുറകെ നിൽക്കണ മരമാടുകളെ നിങ്ങൾ ഇവന്റെ ബോഡി ഗാർഡ്സ് അല്ലടാ, പിന്നെ എന്ത് തേങ്ങാപ്പിണ്ടാക്കിനാണ് ഇവന്റെ നേർക്ക് തോക്കുച്ചു യഥാർത്ഥ അവനും പാകിസ്ഥാനിലുള്ള ഏതൊരു ആശുപത്രിയിലാണ് അത്ര. ഈ പാകിസ്ഥാൻകാരൊക്കെ നിങ്ങളെ എന്താ ചെയ്ത്? പിന്നെ നേരെ മാർട്ടിന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. ഏതോ പഴയ ബാലയുടെ സെറ്റും വാടകയ്ക്ക് എടുത്ത് ഒരു 1500 മെഴുകുതിരിയും കത്തിച്ച് വെച്ച് കുറെ സ്വർണ്ണപ്പെട്ടിയൊക്കെ വാരി എറിഞ്ഞ് ഈ കല്യാണത്തിന് ചെക്കനും പെണ്ണൊക്കെ ഇരിക്കുന്ന കസേരമ കയറി ഇരിക്കലാണ് അത്രയും മാർട്ടിന്റെ സാമ്രാജ്യം. അവിടെ കുത്തിരുന്നിട്ടാണെങ്കിലും ഒരു പട്ടിയുടെ വായയുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒക്കെ തട്ടിപ്പറിച്ച് തിന്നാണ് ഈ ചങ്ങയുടെ മെയിൻ പണി. ഈ ഇലനക്കി പട്ടിയുടെ ചിറുനക്കി പട്ടി എന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. കണ്ടു ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ചങ്ങ. പാവം പട്ടിയുടെ കയ്യിൽ നിന്നൊക്കെയാണ് പിടിച്ചു വന്നത് ശവം. ആരെങ്കിലും ഒരു ഗുഡ് ഡേ പാക്കറ്റ് വാങ്ങി കൊടുക്കുകയാണ് നാറിക്ക്. എന്താ ഒരു മേത്തൊക്കെ പറിച്ചു വെച്ചിരിക്കുന്നത്? ഗോഡ്സില്ലയുടെ മുള്ളോ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാ ആ ചങ്ങായിന്ന് സമാധാനത്തിൽ ചാരി ഇരിക്കുക? അങ്ങനെ ആ കുണച്ച സാമ്രാജ്യത്തിൽ വെറുതെ ഇരുന്ന് മടുപ്പായി മാർട്ടി മല്ലിപ്പൊടി വാങ്ങാനായിട്ട് മുസ്താങ്ങുമായി പുറത്തിറങ്ങിയ സമയത്ത് കുറെ പാണ്ടിൽ ഓടിക്കാർ വന്നവരെ കൊല്ലാൻ നോക്കും. അതും വെച്ചിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഈ മുസ്താങ്ങിനൊക്കെ പാണ്ടിലോറി ചേസ് ചെയ്ത് പിടിക്കുന്നത്? ഇങ്ങനെ കൊല്ലാൻ പറ്റത് ഈ പടത്തിലെ മെയിൻ വില്ലനാണ് അത്ര. മൂപ്പർക്ക് ആള് മാറി പോയതാണ്. ഈ മാർട്ടിനെ പോലെ തന്നെയാണല്ലോ നമ്മുടെ അർജുനും. ആ അർജുൻ ആണെങ്കിൽ ഒരു കസ്റ്റംസ് ഓഫീസർ. ആ ചങ്ങ ഈ വില്ലന്റെ കുറെ കണ്ടെയ്നേഴ്സ് പിടിച്ചു വെച്ചിട്ടുണ്ട് അത്ര. അതിനാണെങ്കിൽ 1200 കോടി വില. സോ അർജുനെ കൊല്ലാണെന്ന് വിചാരിച്ച ആള് മാറി മാർട്ടിനെ തട്ടാൻ വന്നു. അല്ല, വെസ്റ്റ് ആളുടെ കാലിന്റെ ഇടയ്ക്കാണ് കയറി കൊടുത്തത്. അപ്പൊ തന്നെ മാർട്ടിനും വില്ലനും കൂടി കണ്ടെയ്നേഴ്സ് മാർട്ടിന് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ ഡീലാവും. ആൻഡ് ഈ ഡീല് മുഴുവൻ നടത്തണമെന്നാണെങ്കിലോ വില്ലൻ എയറിലെ ഷവായി ആയിട്ട് നിർത്തിയിട്ട് എന്നിട്ടുണ്ടാവും ആളെ കൂടൊക്കെ. അതിനുള്ളിൽ മൊത്തം പരിപാടി. അതും കഴിഞ്ഞ ഒരു ബന്ധമില്ലാണ്ട് മാർട്ടിന്റെ സ്വന്തം ദേശീയ ഗാനങ്ങൾ ഇട്ടു. ദി മാർട്ടിൻ സോങ്. ഇതെന്താ സാധനം? ഇത് കണ്ണോടുകൂടി ഒരു കഥയിൽ ചോദ്യമില്ല. തിയേറ്ററിൽ ഇരുന്നുണ്ടാവും. ഇനി അഥവാ ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ കഥയിൽ ചോദ്യമില്ല, ചത്തോനോട് ചോദ്യം ചോദിക്കരുത്. പാകിസ്ഥാനിൽ പോയപ്പോ അവനെ അന്വേഷിച്ച് അർജുൻ പുറകെ വിട്ടു. അവിടെ വെച്ചുണ്ടായ ഒരു ഷൂട്ട് ഔട്ടിലാണ് ഈ രണ്ടിന്റെ ബോധം പോയതും മാർട്ടിൻ ജയിലിലായിരുന്നു. ഇതിന്റെ അക്കടയെ മരിച്ചു കിടക്കണവരെ സംസാരിപ്പിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് നമ്മുടെ മാർട്ടിന്. ഇവൻ എന്നിട്ട് ഫ്ലാഷ് ബാക്കും കഴിഞ്ഞ് തിരിച്ചു വന്ന് അഴകിയ തമിഴ് മകനെ പോലെ ആള് മാറി അർജുന്റെ ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോയി ആ കണ്ടെയ്നേഴ്സ് ഒക്കെ തിരിച്ചു കൊടുത്താൽ ഇവിടെയുള്ള വെറുപ്പിക്കലിന്റെ പോലെ ഗ്രീൻ സ്ക്രീൻ ഇട്ട കണ്ടെയ്നേഴ്സ് ഒക്കെ കൂടി കൊണ്ടുവരുന്ന വഴി വില്ലന്റെ ഗ്യാങ് വന്ന് ഒരു കൊണച്ച മാഡ് മാക്സ് ലെവലിൽ ഒരു ചേസ് അങ്ങോട്ട് നടത്തും. അതും കഴിഞ്ഞ് അർജുൻ ട്രാപ്പായി ഇരിക്കുമ്പോഴാണ് ടാങ്കുമായി മാർട്ടിന്റെ വരും. ഇതിന് മുമ്പ് ഞാൻ ഇറങ്ങി പോകുന്നതാണ്. തെർമോക്കോൾ ഉണ്ടാക്കിയത് മാർട്ടിൻ വന്ന അവന്മാരൊക്കെ മിസൈലും വെച്ച് പുകച്ചു വിട്ട്. പിന്നെ ആ 2 മൊരട്ട് കാളകളും കൂടി അവിടെ കിടന്ന് ഗ്രാവിറ്റിയെ കൊഞ്ഞണം കുത്തിക്കൊണ്ട് പിന്നെ ഒരു അടി. ഇവന്മാർ ഇവിടെ കിടന്ന് മരണടി നടത്തുന്നതിന്റെ ഇടയിൽ കൂടെ മെയിൻ വില്ലൻ വരുമ്പോ ആണ് നമുക്ക് എപ്പോ വേണമെങ്കിലും തീർക്കടേ. എങ്ങനെയും തീർക്കേ ഈ രണ്ടെണ്ണത്തിന് കയറി വന്ന ആ വില്ലൻ അങ്ങോട്ട് കൊല്ലും. സംഭവിച്ചങ്ങനെ അങ്ങനെ ആ വില്ലനെയും കൊന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ നശിപ്പിച്ചത് നമ്മുടെ അർജുന പ്രസിഡന്റ് വിളിച്ച് ഒരു അർജുന അവാർഡുകൾ കൊടുക്കും. പക്ഷെ ഇതേ സമയം അവിടെ രക്ഷപ്പെട്ട നമ്മുടെ മാർട്ടിനാണെങ്കിലോ നോർത്ത് കൊറിയ മുതൽ അന്റാർട്ടിക്ക വരെ ബോംബിട്ട് പൊട്ടിച്ചിട്ട് മൊട്ടടിച്ചിട്ട് ഒരു പൂളി കിടന്ന പൊളയാണ് വിത്ത് ഹിസ് ന്യൂ നെയിം റൈനോ. റൈനോയോ റൈനോ രണ്ടാം ഭാഗം സഹിക്കണം. അമ്പോ അതിന് വെച്ചേക്കൂടെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. മതിയില്ലേ കംപ്ലീറ്റ് ആവണ്ട. എന്റെ പൊന്നടാ. ആ ഡയലോഗ് ഓർമ്മ ഉണ്ടോ? ഒരു 2 മിനിറ്റ് ഒന്ന് എങ്ങനെ കുട്ടികൾ ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ ഡയലോഗ് അതിൽ ട്രെയിലറിലുണ്ടായിരുന്നില്ലേ? അല്ലേ, ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് ഈ ഗൊറില്ലേനൊക്കെ പിടിച്ചിട്ടേ ഒരു കൂട്ടിലടച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്ര ശല്യമൊന്നുമില്ല, അതിന് ഇത്ര ഇല്ല. പാവങ്ങള് അതൊക്കെ ഇതാണ്. അല്ല, ശരിക്കും പഴയ ആൾക്കാര് പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതാണ്, എന്തായത് ജീവികളിൽ ഏറ്റവും നികൃഷ്ടമായ അല്ലെങ്കിൽ വൃത്തികെട്ട ജീവി മനുഷ്യനാന്ന് പറയുന്നത്. കാരണം സിംഹങ്ങളാണെങ്കിൽ പോലും ഇത്രയൊന്നും ഗർജിക്കൂല. ഇതെന്താണിത്? ഏത് നേരവും കിടന്നിട്ട് അല്ല, ഏതെങ്കിലും മൃഗം അതായത് ഒരു ജനതനെ മൊത്തം കൊന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ഒറ്റ സിനിമ കൊണ്ട് കൊന്നില്ലേ എത്ര ആൾക്കാരെ? സത്യം, പാനിന്റെ ലെവലിൽ കൊന്ന് വൃത്തിയായിട്ടവൻ. കണ്ടവരൊക്കെ ചത്ത്. അല്ല, ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാന്ന് പറഞ്ഞ? അർജുൻ സർജ.
കുടുംബത്തിൽ എന്താ പ്രശ്നം ഉണ്ട് തോന്നുന്നു അല്ലേ? കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ നിർത്താൻ പോലെ. പാരമ്പര്യമായിട്ടുള്ള പ്രശ്നമാണോ? അതല്ലേ, അവര് തമ്മിൽ കുടുംബ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അവിടെ തീർത്താൻ പോലെ. ഞങ്ങൾ എന്തിനാ അതില്? ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ബ്രില്യന്റ് ആയിട്ട് ആ സാധനം ഉണ്ടല്ലോ, അതിന് എന്തെങ്കിലും ഒരു കയ്യടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഏതാണ്? ആ മഞ്ഞുമലയില് അച്ഛൻ മരിച്ച സ്ഥലം കണ്ടുപിടിച്ചുണ്ടല്ലോ, അവിടെ ദേശീയ പതാക വെച്ചൊരു സാധനം. അല്ല, കറക്റ്റ് ലോജിക്ക് പരമായിട്ട് വന്നിരിക്കുന്നത് അത് സീൻ മാത്രമാണ്. അതൊരു സത്യം. കാരണം എന്താ അറിയോ, ആ സീനൊക്കെ ശരിക്കും ഉപ്പിലിട്ട് വെക്കുക എന്ന് പറഞ്ഞ പോലെ ഐസിലിട്ട് വെക്കണം, ചീഞ്ഞ് പോകാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സീന് കൊണ്ടുപോയിട്ടുള്ളത് ഈ മഞ്ഞുമലയിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. എന്റെ പൊന്നടാ, എന്തായാലും വളരെ സന്തോഷം. നിന്നെ കണ്ടല്ലോ വണങ്ങണടാ, സത്യമായിട്ടും. അത്ര നേരം നീയൊക്കെ ഇരുന്ന് സഹിച്ചല്ലോ ഇത്. സത്യം പറയാ, ഇത് കംപ്ലീറ്റ് ചെയ്തവരില്ലേ, ഞാൻ എന്തായാലും ഇതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ക്ലൈമാക്സും കണ്ട് തീർത്ത് ഇറങ്ങിപ്പോയവരില്ലേ, ഒന്നെങ്കിൽ അവര് തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരിതിനേക്കാളും വലിയ മാർട്ടിന്മാരെ നേരിട്ടുണ്ടാവും. ഇതുപോലത്തെ ഐറ്റായി ഇതിനു മുൻപ് കണ്ട് ശീലിച്ചവരായിരിക്കും. 11 മിനിറ്റ് കണ്ട അവസ്ഥ എന്റെ അവസ്ഥ ഇതാ. ഇനി അതും അല്ലെങ്കിൽ അവര് ഈ മുരട്ട കാളനെ എങ്ങനെയെങ്കിലും തീർക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വില്ലന്റെ കൂടെ നിന്ന് വില്ലന് വേണ്ടി കൈയടിച്ചവരും ജയ് വിളിച്ചവരും ആയിരിക്കും. പക്ഷെ നടന്നത് തിരിച്ചാണ്. എന്നിട്ടൊരു റൈനോന്റെ വരവും. എന്താണെങ്കിലും ഗംഭീര സിനിമ കേട്ടോ. പത വന്നു, ഒരു രക്ഷയില്ല. പൊളി സാധനമാണ്. കാണാത്തവരൊക്കെ കാണുക. ഞങ്ങൾ എന്തായാലും പോവാണ്. കാണാത്തവർ കാണരുത്, ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ഇങ്ങനെ വല്ല റോസ്റ്റും ട്രോളൊക്കെ വരും, അതൊക്കെ എൻജോയ് ചെയ്തിരിക്കുക. അത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രസ്ട്രേറ്റഡ് മൈൻഡിലേക്ക് എത്തില്ലേ? അതാ പറഞ്ഞത്, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ, എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതിലേക്ക് പോവല്ലേ.